രണ്ടുപേർ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ആ ബോട്ട് വെള്ളത്തിൽ മുങ്ങുവാനിടയായി. അപ്പോൾ രണ്ടുപേരും അവിടെ നീന്തി അടുത്തുള്ള ഒരു ദ്വീപിലേക്ക് നീന്തിച്ചെന്നു. അവർ രണ്ടുപേരും ഭക്തരായ ആളുകളായിരുന്നു. അവർ ഇങ്ങനെ ചിന്തിച്ചു, ഏതായാലും ദൈവം നമ്മെ വിടുവിക്കാൻ ഇടയായല്ലോ, രക്ഷിക്കാൻ ഇടയായല്ലോ. പെട്ടെന്ന് അവർ ചിന്തിക്കുകയാണ്, ഏതായാലും നമ്മൾ രണ്ടും ദൈവഭക്തരാണല്ലോ, ആരും സഹായിക്കാനില്ലാത്ത ഈ ദ്വീപിലാണല്ലോ നമ്മളായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മധ്യയിൽ ആരാണ് ഏറ്റവും നല്ല ഭക്തൻ? നമ്മുടെ പ്രാർത്ഥനയിൽ ആർക്കാണ് ഉത്തരം കിട്ടുന്നത്? ഇത് നമുക്ക് പരിശോധിച്ച് നോക്കാം. രണ്ടാമൻ ഇങ്ങനെ പറയാനിടയായി. ശരി, നമുക്ക് പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം ചെയ്യാം. നീ ഇടതുവശത്തേക്ക് പോവുക, ഞാൻ വലതുവശത്തേക്ക് പോകാം. നമുക്ക് വേർപെട്ടിരിക്കാം. ആരുടെ പ്രാർത്ഥനയാണോ ദൈവം കേട്ടിട്ട് ആരെയാണ് രക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നിവർ പറയുവാനിടയായി. അങ്ങനെ ഒന്നാമൻ ഇടതുവശത്തേക്കും രണ്ടാമൻ വലതുവശത്തേക്കും പോയി. ഒന്നാമൻ അവിടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിവിടെ കുറച്ച് മരങ്ങളുണ്ട്, അവയിൽ നിറച്ച് ഫലങ്ങളുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ മരത്തിൽ അത്ഭുതകരമായി ഫലങ്ങളുണ്ടാകുന്നു. അവൻ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നു. അതുമാത്രമല്ല, കർത്താവേ, ഇവിടെ ഒരുപാട് മത്സ്യങ്ങളുണ്ടല്ലോ, സമുദ്രത്തിൽ മത്സ്യങ്ങളുണ്ടല്ലോ, അവ തീരത്തേക്ക് വരികയാണെങ്കിൽ എനിക്ക് പിടിക്കാമായിരുന്നു. അങ്ങനെ വിചാരിച്ചപ്പോൾ തന്നെ അവ തീരത്തേക്ക് വരികയും അവനതിനെ പിടിച്ച് ചുട്ടു തിന്നാനിടയായി. തിന്നുവാനൊരു കുറവുമില്ല, എല്ലാം നന്നായിരിക്കുന്നു. അപ്പോൾ വിചാരിക്കുകയാണ്, എനിക്കൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സുഖമായി ജീവിക്കാമായിരുന്നു. എവിടെയാണ്? ദ്വീപിൽ. കർത്താവ്, ഞാൻ ഏകനായിരിക്കുകയാണ്, ഇവിടെ നല്ലൊരു ബീച്ചുണ്ടല്ലോ. ഇവൻ വിചാരിച്ചപ്പോൾ തന്നെ ഒരു പെൺകുട്ടി അവിടെ ഇതുപോലെ തന്നെ ഒരു സ്റ്റീമർ മുങ്ങുകയും ആ ദ്വീപിലേക്ക് അവളും രക്ഷയ്ക്ക് വേണ്ടി നീന്തി വരികയും ചെയ്യുന്നു. കർത്താവ്, നീ എത്ര അത്ഭുതവാനായ ദൈവമാണ്. ഒരു ഭാര്യയെ വേണമെന്ന് പറഞ്ഞപ്പോൾ നീ അത്ഭുതകരമായി ഭാര്യയെയും എനിക്ക് തന്നല്ലോ, നീ വളരെ നല്ലവനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കഴിയുവാൻ തുടങ്ങി. ഈ സമയത്ത് കർത്താവ്, ഇനി എനിക്കൊരു ഷിപ്പ് കാണുകയാണെങ്കിൽ നല്ലതാണ്, എനിക്ക് തിരിച്ചെൻ്റെ നാട്ടിൽ പോകാമായിരുന്നു എന്ന് വിചാരിച്ചപ്പോൾ അതിലെ ഒരു ഷിപ്പ് വരുന്നത് അവൻ കാണുകയാണ്. വളരെ സന്തോഷത്തോടെ ആ ഷിപ്പിൽ കയറുവാൻ വേണ്ടി അവൻ മുൻപോട്ട് പോവുകയാണ്. ഈ സമയത്ത് ആകാശത്തു നിന്നും വലിയൊരു ശബ്ദം അവൻ കേൾക്കുന്നു. നീ ഒറ്റയ്ക്ക് പോവുകയാണോ? നിന്റെ സ്നേഹിതനെയും കൂടി കൂട്ടുക. അപ്പോൾ പറയുകയാണ്, അവൻ മൂഢനായ വിഡ്ഢിയായ ഒരു വ്യക്തിയാണ്, അവൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം മറുപടി കൊടുക്കുന്നില്ലല്ലോ. നീ തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ലല്ലോ, പിന്നെ ഞാനെന്തിനാണ് അവനെ രക്ഷിക്കുന്നത്, അവനെ ഞാൻ സഹായിക്കുന്നത്? അവൻ അങ്ങനെ തന്നെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് അവനെ ഞാൻ വിട്ടിട്ട് മാറിപ്പോകുന്നത് എന്ന് പറയുവാനിടയായി. അപ്പോൾ ദൈവം പറഞ്ഞു, എടാ ഭോഷ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകാതിരിക്കുമോ? വാസ്തവത്തിൽ അവൻ്റെ പ്രാർത്ഥന നീ കേട്ടുവെങ്കിൽ പിന്നെന്തിനാണ് അവൻ അങ്ങനെ ആയിപ്പോയത്? അപ്പോൾ ദൈവം പറയുകയാണ്, അവൻ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, ആ ഒറ്റ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി കൊടുത്തു. എന്തായിരുന്നു ആ പ്രാർത്ഥന? കർത്താവേ, എൻ്റെ സ്നേഹിതനെ ഈ ദ്വീപിൻ്റെ മറുവശത്തുണ്ടല്ലോ, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നീ അവന് കൊടുക്കണമേ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. നീ ആഹാരം വേണമെന്ന് ആഗ്രഹിച്ചുവല്ലോ, അവൻ പ്രാർത്ഥിച്ചു കൊടുക്കണമെന്ന്, ഞാൻ അങ്ങനെ നിനക്ക് തന്നു. നീ മത്സ്യം വേണമെന്ന് ആഗ്രഹിച്ചു, എൻ്റെ കൂട്ടുകാരൻ്റെ ആഗ്രഹം നിവർത്തിക്കണമെന്ന് അവൻ പറഞ്ഞു, ഞാനത് നിനക്ക് തന്നു. ഭാര്യയെ വേണമെന്ന് നീ ആഗ്രഹിച്ചു, എൻ്റെ സ്നേഹിതൻ്റെ ആഗ്രഹം നടക്കണമെന്ന് അവൻ പറഞ്ഞു, ഞാനത് നൽകി. ഇന്ന് നിനക്ക് എന്തെല്ലാം ലഭിച്ചിരിക്കുന്നുവോ അത് നിന്റെ ഒറ്റ വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, മറിച്ച് നിന്റെ സ്നേഹിതനായ മനുഷ്യൻ്റെ അപേക്ഷ കൊണ്ടാണ്. അവനെ വിളിക്കുക. ഈ സത്യത്തെ നമുക്കും ഓർക്കാം. ഇന്ന് നിനക്കെന്തെല്ലാം ഉണ്ടോ, അത് നിന്റെ ആരോഗ്യമാകട്ടെ, നിന്റെ ജോലിയാകട്ടെ, നിനക്ക് ലഭിച്ച നല്ല ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, നിനക്ക് ലഭിച്ച ഉദരഫലമാകട്ടെ, വ്യാപാരത്തിലെ ലാഭമാകട്ടെ, സ്വന്തം വീടാകട്ടെ, നല്ല വാഹനമാകട്ടെ, അല്ലെങ്കിൽ നിനക്ക് ലഭിച്ച സഭയാകട്ടെ, ദൈവവേല ആയിക്കൊള്ളട്ടെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയ സഹോദര സഹോദരി, ഇവയെല്ലാം നിന്റെ ആത്മീയത കൊണ്ട് മാത്രമാണ്, നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓർക്കുക, നീ ഒരു അവിവേകിയാണ്. ഈ ഒരു വാസ്തവം നീ മറക്കരുത്. ഇന്ന് സതീഷ് കുമാർ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ്, എൻ്റെ ദൈവവേലയിലുള്ളതായ വലിയ വിശ്വസ്തത കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്, വിശുദ്ധി കൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഓർക്കുക, എന്നെപ്പോലെ ഭോഷൻ ആരും തന്നെ കാണില്ല. ഇന്ന് ഇത്രത്തോളം ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് കഴിയുന്നെങ്കിൽ ഓർക്കുക, എൻ്റെ പിന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരന്മാർ, മാതാപിതാക്കൾ, കൊച്ചുകുട്ടികൾ ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രത്തോളം ഈ ദൈവവേല ദൈവം നടത്തുന്നത്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ട് നന്ദി.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. വിതയ്ക്കപ്പെട്ട ഈ വചനത്തിൽ കൂടി ഞങ്ങളെല്ലാവരെയും നീ ദർശിച്ചുവല്ലോ. നിന്നെപ്പോലെ പ്രാർത്ഥിക്കുവാൻ, നിന്നെപ്പോലെ പ്രവർത്തിക്കുവാൻ, നിന്നെപ്പോലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നിന്നെപ്പോലെ വേല ചെയ്യുവാൻ, നിന്നെപ്പോലെ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഞങ്ങളെ കാണുന്നവർക്ക് നിന്നെ കാണുവാൻ കഴിയണം. അങ്ങനെയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞായറാഴ്ച മാത്രം വളരെ ഭക്തിയോടെ ജീവിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന അനുഭവം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. കർത്താവെ, നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കാം, നിന്റെ വേല ചെയ്യാമെന്നെല്ലാം വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറ്റിപ്പറയുന്ന വ്യക്തികളായിരിക്കുവാൻ പാടില്ല കർത്താവേ. കർത്താവെ, ഇന്ന് നീ വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. നിന്നെപ്പോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവെ നീ ആഗ്രഹിക്കുന്ന വണ്ണം ദൈവിക വേല ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നീ സഹായിക്കണമേ. കർത്താവ്, ശിരസ്സു മുതൽ പാദം വരെയും തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഈ ഭൂമിയിൽ നിന്റെ സാക്ഷികളായി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.